തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗർഡർ വീണ് മരിച്ച രാജേഷിന്റെ കുടുംബം പ്രതിഷേധത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിൽ സർക്കാരും കമ്പനി അധികൃതരും ഇടപെടൽ നടത്തിയില്ലെങ്കിൽ മൃതദേഹം ഏറ്റെടുക്കില്ലെന്നാണ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അഭിപ്രായം. അവരിപ്പോൾ 2 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു, പിന്നീട് ആലോചിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വഴങ്ങിയില്ല. പിന്നെ അവർ 10 ലക്ഷം രൂപ ഓഫർ ചെയ്തു, ഞങ്ങൾ അതിനും വഴങ്ങിയിട്ടില്ല. ഇതെന്താ വെള്ളരിക്കപ്പെടണം? ഒരു ജീവൻ്റെ വില 10 ലക്ഷം രൂപയോ? ആ കുടുംബം ഈ 10 ലക്ഷം രൂപ കൊണ്ട് സർവൈവ് ചെയ്യൂ. ആ കുട്ടിക്കുള്ള മെഡിസിൻ തന്നെ വേണം, നല്ലൊരു എമൗണ്ട് ഓരോ മാസവും. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള 4 ലക്ഷം രൂപ പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ. ബോഡി ഇവിടെ ഉപേക്ഷിച്ച് പോകാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഈ രീതിയിലാണെങ്കിൽ അവരിപ്പോൾ 2 ലക്ഷം രൂപ. വിവരങ്ങളുമായി നിതിൻ അംബുജനാണ് ചേരുന്നത്. നിതിൻ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇത്തരത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിന്റെ ഭാഗമായി ജനങ്ങളുടെ ജീവൻ കൊടുക്കേണ്ടി വരുന്നു എന്നത് വലിയൊരു നിരുത്തരവാദപരമായ സമീപനമാണ്. പലതവണ ഈ നിർമ്മാണ കമ്പനിയുടെ ഇത്തരം സമീപനത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ പലയിടങ്ങളിലും ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. എന്താണ് അവരുടെ ആവശ്യം? നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി അല്പസമയത്തിനകം ചേരും. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ വീണ്ടും ഒരു അപകടം സംഭവിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ പലയിടങ്ങളിലും ദേശീയപാത നിർമ്മാണമാണെങ്കിലും ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനൊരു പ്ലാൻ ബി ഇല്ലാതെ പോകുന്നു. അല്ലെങ്കിൽ ഓരോ ഇടങ്ങളിലും എന്തൊക്കെയാണ് ആവശ്യം, ഏത് തരത്തിലാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്, അതിൽ എന്താണ് അപകട സാധ്യത, ഇതൊക്കെ കണ്ട് പിടിച്ചതിന് ശേഷം ആ വഴിയിലൂടെ പോകുന്ന അല്ലെങ്കിൽ ആ പ്രദേശത്ത് താമസിക്കുന്നവരുടെ ആരോഗ്യത്തിനോ ജീവനോ ഹാനികരമല്ലാത്ത രീതിയിൽ വേണം നിർമ്മാണ പ്രവർത്തനങ്ങളെന്ന ആവശ്യം കുറേ നാളുകളായി കേരളത്തിലുണ്ട്. ഇപ്പോൾ വീണ്ടും ഒരു അപകടം നടന്നിരിക്കുകയാണ്. നിതിൻ അംബുജനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. നിതിൻ, അവർ പറയുന്ന ആവശ്യം എങ്ങനെയാണ്, ഏത് രീതിയിലാണ് നിർമ്മാണ കമ്പനി ഇതിനോട് പ്രതികരിക്കാൻ സാധ്യത? ക്രിസ്റ്റീന, ഇന്ന് രാവിലെയാണ് ദാരുണമായ സംഭവം തുറവൂരിൽ നടന്നത്. രാജേഷ് ഈ ഒരു അപകടത്തിൽ മരിക്കുകയായിരുന്നു. അതിനുശേഷം മൃതദേഹം ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾക്കൊക്കെ തന്നെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ രാവിലെ കൊണ്ടുവന്നു. അതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി, പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മൃതദേഹം ഏറ്റുവാങ്ങാതെ ബന്ധുക്കൾ ഇവിടെ തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വരികയായിരുന്നു. എന്തായാലും ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കമ്പനി അധികൃതരും അതോടൊപ്പം സർക്കാർ പ്രതിനിധികളൊക്കെ തന്നെ വന്ന് ഇവിടെ കുടുംബവുമായി ചർച്ച നടത്തി. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു സമവായത്തിൽ എത്തിയിരിക്കുന്നത്. അർഹമായ ഒരു നഷ്ടപരിഹാരം ഇതിൽ വേണമെന്നൊരു ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വെച്ചത്. എന്തായാലും ഇപ്പോഴത്തെ ഒരു കൂടിക്കാഴ്ചയിൽ എന്തായിരുന്നു അവർ പറഞ്ഞത്? ഇപ്പോഴത്തെ കൂടിക്കാഴ്ചയിൽ ആദ്യമേ അവർ 10 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അതിന് വഴങ്ങിയില്ല. അദ്ദേഹത്തിൻ്റെ ജീവൻ കൊണ്ട് 10 ലക്ഷം, അതിന് മേളിൽ വിലയുള്ള ഒരു ജീവനാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത് കമ്പനിയായിട്ട് സംസാരിച്ചതിൻ്റെ പേരിൽ ഒരു 25 ലക്ഷം രൂപ പറയും. അതേപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു 4 ലക്ഷം രൂപ തരാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ടോട്ടലി 29 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കിട്ടും. അതുകൊണ്ട് നമുക്ക് ശരിക്കും അദ്ദേഹത്തിനെ പോലുള്ള മനുഷ്യന് 29 ലക്ഷം കൊണ്ടൊന്നും ആകില്ല. കാരണം അത്രയ്ക്കും ബാധ്യതകളുള്ളൊരു മനുഷ്യനാണ്. സർക്കാർ ജോലി മുന്നോട്ട് വെച്ചിരുന്നു. മകനൊരു സർക്കാർ ജോലി എന്നുള്ള സജഷൻ ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിച്ചു. അതിനു വേണ്ടിയുള്ള പ്രൊസീജിയറുകൾ നമ്മുടെ ബഹുമാനപ്പെട്ട തഹസിൽദാരും കളക്ടർക്ക് ശുപാർശ ചെയ്യാം. കളക്ടർ ഓഫീസിൽ നിന്നും അത് മുകളിലോട്ട് അയക്കാം എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. നാളെ തന്നെ കിട്ടും. തുക ഏറ്റവും അടുത്ത ദിവസം തന്നെ നമുക്ക് തരാമെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. മൃതദേഹം ഇപ്പോൾ ഏറ്റുവാങ്ങാൻ തീരുമാനിച്ചു. സംസ്കാര ചടങ്ങുകളും കാര്യങ്ങളൊക്കെ മൃതദേഹം ഏറ്റുവാങ്ങാൻ തീരുമാനിച്ചിരിക്കും. ശവസംസ്കാരം അദ്ദേഹത്തിൻ്റെ വീട്ടുവളപ്പിലാണ്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ തന്നെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ രാജേഷിന്റെ സുഹൃത്തുക്കളും വലിയ പ്രതിഷേധത്തിലായിരുന്നു. കാരണം മൃതദേഹം ഏറ്റുവാങ്ങാതെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ആ നിലയിൽ തന്നെ ബന്ധുക്കൾ ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. മാത്രമല്ല ഇതിനിടയിൽ ഏറെ കമ്പനി അധികൃതരെ കാത്തുനിന്നിട്ടും അവർ വരാതിരുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ മൃതദേഹം ഇവിടെ ഉപേക്ഷിച്ച് പോകാം എന്നൊരു നിലപാട് നിൽക്കുകയായിരുന്നു. അങ്ങനെ കടുത്ത പ്രതിഷേധത്തിലേക്ക് ബന്ധുക്കളും അതോടൊപ്പം സുഹൃത്തുക്കളും പോകുന്നതിനിടയിലാണ് തഹസിൽദാരും പിന്നീട് കമ്പനി അധികൃതരും ഇവിടെ എത്തി ഇവരുമായി ചർച്ച നടത്തി. ചർച്ചയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലെ ഒരു പരിഹാരം എന്ന നിലയിൽ ഇപ്പോൾ ഒരു കാര്യം എത്തിയിരിക്കുന്നു. എന്തായാലും അല്പസമയത്തിന് തന്നെ മൃതദേഹം ഇവിടെ നിന്ന് ഹരിപ്പാടികൾ കൊണ്ടുപോകും. അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ നടത്തും. അടിയന്തരമായി 25 ലക്ഷം രൂപ എന്ന ഒരു ധനസഹായമാണ് ഇപ്പോൾ ഈ കുടുംബത്തിന് കമ്പനിയുടെ ഭാഗത്തുനിന്നും ലഭിച്ചിരിക്കുന്നത്. നാളെ ഈ തുക നൽകുമെന്നാണ് ഇപ്പോൾ കമ്പനി അധികൃതരുടെ ഭാഗത്തുനിന്നും ഈ ഒരു ഉറപ്പ് ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല മരണാന്തര ചടങ്ങുകൾക്കായിട്ട് ഏതാണ്ട് 40,000 രൂപ ഇപ്പോൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ മകനൊരു സർക്കാർ ജോലി എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അത് കളക്ടർ സർക്കാർ മുൻപാകെ ഒരു ശുപാർശ വൈകാതെ തന്നെ നൽകുമെന്നാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ചയിൽ ഈ ഒരു ചർച്ചയിൽ അത്തരം ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ മൃതദേഹമായി ഇപ്പോൾ ഹരിപ്പാടിക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന, നിതിൻ അംബുജനാണ് വിവരങ്ങളുമായി ചേർന്നത്. അങ്ങനെ ഒരു ഡെവലപ്മെന്റ് അവിടെ ഉണ്ടായിരിക്കുകയാണ്. മരിച്ച രാജേഷിന്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. സഹായധനമായി കരാർ കമ്പനി 25 ലക്ഷം രൂപ നൽകാമെന്ന് ഉറപ്പ് നൽകിയതോടെയാണ് അവർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. സംസ്കാര ചടങ്ങുകൾക്കായി അടിയന്തരമായി 2 ലക്ഷം രൂപ കളക്ടർ നൽകും എന്നും തീരുമാനമായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.